നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ടോ എന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഏത് നിമിഷം കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ട് തുടങ്ങുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ക്ലിയർ ആയിട്ടുള്ള ഫേസ് മനസ്സിൽ വിചാരിച്ച് ഡീപ്പായി മെഡിറ്റേറ്റ് ചെയ്ത് റീഡിംഗ് കാണുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. തുടർന്ന് റീഡിംഗ് കാണുക. ഓക്കെ. യൂണിവേഴ്സായിട്ട് തന്ന കാർഡാണ്. നമുക്കിന്ന് യൂണിവേഴ്സ് തന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ടവർ കാർഡാണ്. ടവർ കാർഡ് പറയുന്നത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു റിലേഷൻ സ്റ്റോപ്പായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനി മുന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ വ്യക്തി പോയത്. ഈ ഒരു ബന്ധം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും നമ്മൾക്കൊരു റീകൺസിലേഷൻ ഉണ്ടാവില്ല, എന്നെ വെയിറ്റ് ചെയ്തിരിക്കണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും കുറേ പേർക്കെങ്കിലും അവരുടെ വ്യക്തി പോയിട്ടുണ്ടാകുക. പക്ഷേ ഈ ഒരു ടവർ കാർഡിൽ ഒരു എൻഡിങ് സിറ്റുവേഷനാണ് കാണിക്കുന്നതെങ്കിലും ഇതിലൊരു ചേഞ്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. റീസ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അതിന് ഒത്തിരി ടൈം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ടൈം എടുക്കും. കാരണം അത് എന്താന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ വ്യക്തിയെ മറ്റൊരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പം ഫാമിലിയിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ റിലേഷൻ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ല എങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഒരു ലൈഫിൽ ഉണ്ടായിരിക്കാം. ഇപ്പോൾ സ്റ്റിൽ കറണ്ട് സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടിയുടെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറ്റുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കണ്ടോ, 2 ഓഫ് സോർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു കണ്ണ് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് സമയമെടുക്കും. ആ ഒരു ശക്തമായ ഇൻഫ്ലുവൻസിൻ്റെ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കാനും പറ്റില്ല, നിങ്ങൾ ഉപേക്ഷിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവർ പറയുമ്പോൾ അവരുടെ അടുത്ത് ശരി, ഓക്കെ, ഇനി റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമെങ്കിലും ഉള്ളിൽ മനസ്സിൽ ഇത് തുടർന്ന് വേണം, എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജിയുമുണ്ട് മനസ്സിൽ. ഈ തേർഡ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരുപാട് പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് മനസ്സിലൊരു ഇതുണ്ടാവില്ല, ആ ഒരു ഇത് വെച്ച്. പക്ഷേ എത്രയൊക്കെ ഈ ഒരു റിലേഷനിൽ എത്ര ഇൻവോൾവ്മെൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും ഇതെല്ലാം മാറ്റി ഇതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട്, അത് ആ ഒരു പാടെ ആ വാക്കുകൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. പക്ഷേ ദ ടവർ കാർഡായി വന്നതുകൊണ്ട് നമ്മളുടെ റിലേഷനിൽ സമയമെടുത്ത് മാത്രമേ ഈ ഒരു റിലേഷൻ തിരിച്ചു വരുള്ളൂ. കാരണം നിങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിയിട്ടുണ്ടാവാം, രണ്ടുപേരുടെയും മനസ്സ് അതുകൊണ്ട് മുറിവേറ്റിട്ടുണ്ടാവാം. പറയാൻ പറ്റാത്തത്, വഴക്ക് നടക്കുമ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പം ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടാവാം. എന്തൊക്കെ ഇരുന്നാലും രണ്ടുപേരുടെ മനസ്സിനെ അത് ഒരുപാട് വേദനിപ്പിക്കും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും സ്വല്പം സമയമെടുത്ത് മാത്രമേ ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. അത് രണ്ടുപേരുടെ മനസ്സിന് ആ ഒരു സമയം വേണ്ടതാണ്. അവർക്ക് മനസ്സൊന്ന് ശാന്തമാകാനായിട്ട് രണ്ടുപേരുടെയും മനസ്സിന് സമയം വേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയം എടുത്തിട്ട് ഒരു യൂണിവേഴ്സ് ടൈമിൽ, അതായത് ഒരു ഡിവൈൻ ടൈം, ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ റീകൺസിലേഷൻ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ഇത് ഉണ്ടായി പോവില്ല. അങ്ങനെയായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുക, ഇത് എൻ്റായി, ഇനി മുന്നോട്ടില്ല, ഞങ്ങളിനിയില്ല എന്നാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ അല്പമെങ്കിലും ആഗ്രഹമുണ്ടായിട്ടായിരിക്കുമല്ലോ ഈ റീഡിങ്ങിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരത്തില്ല. അല്പസമയം എടുക്കും. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ
ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, പ്രാർത്ഥിക്കുക, നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സൺ ഓട്ടോമാറ്റിക്കലി ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കും. നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും അതെല്ലാം മാറി രണ്ടു പേർക്കും സുഗമമായിട്ട് സ്മൂത്തായിട്ട് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് ആരൊക്കെ തേർഡ് പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഓക്കെ, താങ്ക് യു.